ഇന്നലെ ചെയ്ത വീഡിയോയിൽ ജേക്കബ് ഫോർട്ടു റോമൻ റെയിൻസ് ഇവർക്ക് മാച്ച് വരുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ ആ മാച്ചിൽ മറ്റൊരു പ്രത്യേകതയും ഉണ്ടാകും. അത് എന്താണെന്ന് ഈ വീഡിയോയുടെ അവസാനം പറയാം. അതുപോലെ വരാൻ പോകുന്ന ബാഷ് ഇൻ ബെർലിൻ പേപ്പർ വ്യൂവില് CM Punk ഡ്രൂ മെക്കൻടയർ ഇവർക്ക് സ്ട്രാപ്പ് മാച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയും പറയാം. അതുപോലെ തന്നെ AJ സ്റ്റൈൽസിന്റെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്നും AJ സ്റ്റൈൽസ് വന്നതിന് ശേഷം എന്താണ് ചെയ്യാൻ സാധ്യതയുള്ളത് എന്നും ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് എല്ലാവർക്കും എൻ്റെയും നമ്മുടെ ചാനലിന്റെ പേരിലും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ. ഫസ്റ്റ് ഡൊമിനിക് മിസ്റ്റീരിയോനെ പറ്റി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. അതായത് ഡൊമിനിക് മിസ്റ്റീരിയോ ഇപ്പോഴത്തെ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ലിവ് മോർഗനുമായിട്ട് ഒരു ലവ് സ്റ്റോറി ചെയ്യുന്നുണ്ട്. ലവ് സ്റ്റോറി ചെയ്യുക മാത്രമല്ല, ലിവ് മോർഗനുമായിട്ട് കിസ്, ഹഗ് ഇതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല റൊമാൻറ്റിക് ആയിട്ടാണ് റോയിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് കാണുന്ന ആളുകൾ ഡൊമിനിക്കിന്റെ റിയൽ ലൈഫിൽ പ്രശ്നം വരില്ലേ എന്നൊക്കെ ചിന്തിച്ച് കാണും. അപ്പോൾ അതിനുള്ള ഉത്തരം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് മുൻ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ ലോഗൻ പോളുമായി നടന്ന ഒരു ഇന്റർവ്യൂവില് ഡൊമിനിക് മിസ്റ്റീരിയോട് ലോഗൻ പോൾ തന്നെ ഈ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത് ഇത്തരത്തിൽ റൊമാൻറ്റിക് ആയിട്ട് WWE മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മാരേജ് ലൈഫിനെ അത് ബാധിക്കുമോ എന്ന്. അപ്പോൾ അതിന് ഡൊമിനിക് മിസ്റ്റീരിയോ കൊടുത്ത ഉത്തരം, ഞാനും എൻ്റെ വൈഫും 14 വയസ്സ് മുതൽ പരിചയപ്പെട്ട് ഫ്രണ്ട്സ് ആയതാണെന്നും ഞങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ സാധിക്കുമെന്നും ഇതെല്ലാം ആക്ടിംഗ് ആണ് എന്നുള്ളത് അവൾക്ക് നന്നായിട്ട് അറിയാമെന്നും അതുകൊണ്ട് ഞങ്ങളുടെ മാരേജ് ലൈഫിൽ യാതൊരു പ്രശ്നങ്ങളും വരില്ല എന്നാണ് ഡൊമിനിക് മിസ്റ്റീരിയോ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ എല്ലാവരും വെറുക്കുന്ന ഈ ഒരു ഡൊമിനിക് മിസ്റ്റീരിയോ ഭാവിയിൽ ഒരു നല്ല ഫേസ് റെസ്ലറായി വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കാം. ഇനി പലപ്പോഴായിട്ടും കമന്റ് വരുന്ന ഒരു കാര്യമാണ്, ഷെയ്മസ് ഇപ്പോഴത്തെ IC ചാമ്പ്യൻ ബ്രോൺ ബ്രേക്കറുമായിട്ട് ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യുമോ എന്ന്. അപ്പോൾ അതിനെ പറ്റിയുള്ള യാതൊരു പ്ലാനൊന്നും ഇപ്പോൾ WWEക്ക് ഇല്ല. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഇതിവിടെ പറയുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഷെയ്മസ്, ബ്രോൺ ബ്രേക്കർ ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് വെച്ചാൽ മാച്ച് നന്നായിരിക്കും. പക്ഷെ മാച്ചിന്റെ റിസൾട്ട് എന്താകുമെന്ന് നമ്മൾക്കറിയാം. അതായത് ഷെയ്മസ് ഇപ്പോൾ ഒരുപാട് തവണയായിട്ടുണ്ട് IC ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ഒരുവിധം വലിയ മാച്ചിലൊക്കെ മത്സരിച്ച് തോറ്റു പോകുന്നത്. അല്ലെങ്കിൽ ഈ അടുത്ത് മുഴുവനായിട്ടും ഷെയ്മസ് തോറ്റുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഇപ്പോഴാണ് ചെറിയൊരു വ്യത്യാസം വന്ന് വിൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് ഈ ഒരു IC ചാമ്പ്യൻഷിപ്പ് വരുന്നതിനേക്കാൾ നല്ലത് ബ്രോൺ ബ്രേക്കർ കുറച്ചുനാൾ ചാമ്പ്യൻ ആയതിനു ശേഷം അവസാനത്തിൽ ഷെയ്മസുമായിട്ട് സ്റ്റോറി ചെയ്യണം. എന്നാൽ മാത്രമേ മാച്ചിന്റെ റിസൾട്ട് അല്പമെങ്കിലും മാറ്റം വരാൻ ചാൻസ് ഉള്ളൂ. അതായത് അവസാന ഘട്ടത്തിൽ ഷെയ്മസുമായിട്ട് മാച്ച് വരുമ്പോൾ ഷെയ്മസ് ചിലപ്പോൾ ജയിക്കാൻ ചാൻസ് ഉണ്ടാകാം എന്ന് നമുക്ക് വിചാരിക്കാം. അതുകൊണ്ട് ബ്രോൺ ബ്രേക്കറുമായിട്ട് ഇപ്പം മാച്ച് വരാതിരിക്കുകയാണ് നല്ലത്. ഇത് ജസ്റ്റ് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ബ്രോൺ ബ്രേക്കറുമായിട്ട് ഉടനെ മാച്ച് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, അത് ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചാൽ മതിയോ എന്ന്. ഇനി AJ സ്റ്റൈൽസിനെ പറ്റി പറയാം. AJ സ്റ്റൈൽസ് ഇക്കഴിഞ്ഞ സ്മാക്ക് ഡൗണിൽ വരേണ്ടതായിരുന്നു. പിന്നീട് അതെല്ലാം ഒഴിവാക്കിയ കാര്യത്തെ പറ്റിയെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത് AJ സ്റ്റൈൽസിന് ഒരു കിടിലൻ പ്ലാൻ WWE ചെയ്തതായിട്ടാണ്. അപ്പോൾ അത് രണ്ട് ടൈപ്പായിട്ടാണ് വരുന്നത്. ഒന്ന് സ്മാക്ക് ഡൗൺ ബ്രാൻഡിൽ തന്നെ ഒരു കിടിലൻ പ്ലാൻ AJ സ്റ്റൈൽസിന് കൊടുക്കുമെന്നും, അതല്ലാതെ രണ്ടാമതായിട്ട് പറയുന്നത് AJ സ്റ്റൈൽസിനെ റോയിലേക്ക് കൊണ്ടുപോയിട്ട് AJ സ്റ്റൈൽസിനെ ഫിൻ ബാലറിന്റെ പുതിയ ജഡ്ജ്മെന്റ് ഡേ ടീമിൽ ആഡ് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് വരാൻ പോകുന്ന ബാഷ് ഇൻ ബെർലിൻ പേപ്പർ വ്യൂവില് ഒരു മിക്സഡ് ടാഗ് ടീം മാച്ച് നടക്കുന്നുണ്ട്. ഡാമിൻ പ്രീസ്റ്റ് ആൻഡ് റിയ റിപ്ലി വേഴ്സസ് വുമൻസ് വേൾഡ് ചാമ്പ്യൻ ലിവ് മോർഗൻ ആൻഡ് ഡൊമിനിക് മിസ്റ്റീരിയോ. അപ്പോൾ ഈ മാച്ചിന്റെ അവസാനം AJ സ്റ്റൈൽസ് വരുന്നത് പോലെയൊക്കെ കാണിച്ചുകൊണ്ട് AJ സ്റ്റൈൽസ് ഫിൻ ബാലറിന്റെ ടീമിൽ ജോയിൻ ചെയ്യാം എന്നാണ് പറയുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് AJ സ്റ്റൈൽസ്, ലിവ് മോർഗൻ, ഫിൻ ബാലർ ഇവരെ 3 പേരെയും ടീമാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നിരുന്നു WWE. പിന്നീട് അത് ഒഴിവാക്കാണ് ചെയ്തത്. അപ്പോൾ അതേ കോംബോ വീണ്ടും കൊണ്ടുവരാനായിട്ട് ഒരു ശ്രമം ഇവർ നടത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സംഭവിക്കുകയാണെങ്കിൽ ഫിൻ ബാലറിന്റെ ടീം വേറെ ലെവലായി പോകും. അപ്പോൾ ഇതാണ് നടക്കാൻ ചാൻസ് ഉള്ളതായിട്ട് പറയുന്ന പ്ലാൻ. എന്തായാലും നോക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. AJ സ്റ്റൈൽസ് ഈ ടീമിൽ വരുമോ അതോ സ്മാക്ക് ഡൗണിൽ തന്നെ നല്ല പ്ലാൻ കിട്ടുമോ എന്ന്. എന്തായാലും AJ സ്റ്റൈൽസിനെ ഇനി കിടിലനായിട്ട് കാണിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി CM Punk ഡ്രൂ മെക്കൻടയർ ഇവർക്ക് തമ്മിൽ നടക്കാൻ പോകുന്ന രണ്ടാമത്തെ മാച്ച് സ്ട്രാപ്പ് മാച്ചായിട്ട് നടക്കും എന്നാണ് പറയുന്നത്. അതായത് ബാഷ് ഇൻ ബെർലിൻ പേപ്പർ വ്യൂവില് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇവർക്ക് ബാഡ് ബ്ലഡ് സ്പെഷ്യൽസിൽ ഒരു ഹെൽ ഇൻ എ സെൽ മാച്ച്, അതും ഒരു ബ്ലഡ് വരുന്ന ടൈപ്പിലുള്ള മാച്ച് WWE പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ ആ മാച്ച് ഇനി ഹെൽ ഇൻ എ സെല്ലിൽ നടക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നടക്കും. അതായത് മൊത്തം ഇവർക്ക് 3 മാച്ചാണ് ഉള്ളത്. അതിൽ ലാസ്റ്റ് മാച്ച് ഹെൽ ഇൻ എ സെല്ലിൽ മെയിൻ ഇവന്റ് ആയിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. ഇനി സ്ട്രാപ്പ് മാച്ചിലേക്ക് വരാം. എന്താണ് സ്ട്രാപ്പ് മാച്ച് എന്ന് ചോദിച്ചാൽ, രണ്ട് റെസ്ലേഴ്സിന്റെ കൈകളിലും സ്ട്രാപ്പ് വെച്ച് ലോക്ക് ചെയ്യും.
പിന്നീടാണ് ആ മാച്ചെല്ലാം സ്റ്റാർട്ട് ചെയ്യുക. 2020 യൂണിവേഴ്സൽ ചാമ്പ്യനായിരുന്ന ഫീൻഡ് ബ്രേവ് വൈറ്റ്, ഡാനിയൽ ബ്രയൻ ഇവർക്കൊരു സ്ട്രാപ്പ് മാച്ച് റോയൽ റംബിളിൽ നടന്നിരുന്നു. ഇനി മറ്റൊരു ഉദാഹരണം കൂടി വേണമെങ്കിൽ 2022 കെരിൻ ക്രോസിന്റെ കൂടെ ഡ്രൂ മെക്കിൻടയർ എക്സ്ട്രീം റൂൾസിൽ ഒരു സ്ട്രാപ്പ് മാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ മാച്ചാണ് ബാഷ് ഇൻ ബെർലിനിൽ വരാൻ പോകുന്നത്. ഈ മാച്ചിന് വേണ്ടിയിട്ട് വലിയ പ്ലാൻ ഇവർ ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ അടുത്ത റോ എപ്പിസോഡിൽ ഇതിനെപ്പറ്റി CM Punk അല്ലെങ്കിൽ ഡ്രൂ മെക്കിൻടയർ പറയാൻ ചാൻസ് ഉണ്ട്. അതായത് ഇവരുടെ മാച്ച് സ്ട്രാപ്പ് മാച്ചായിട്ട് നടക്കണമെന്ന് ചാലഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മാച്ച് എന്തായാലും ഇങ്ങനെ വരും എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ മാച്ചിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വേറെ ലെവൽ മാച്ച് ആയിരിക്കും എന്ന് തോന്നുന്നു. ഇനി ജേക്കബ് ഫാട്ടു റോമൻ റെയിൻസ് ഇവർക്ക് നടക്കാൻ പോകുന്ന മാച്ചിനെ പറ്റി പറയാം. ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു സോളോ സിക്കാവയുടെ കൂടെ മാച്ച് ചെയ്തതിന് ശേഷമാണ് ജേക്കബ് ഫാട്ടുവിന്റെ കൂടെ മാച്ച് ചെയ്യുക എന്ന്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഒരു പ്രത്യേകത, ജേക്കബ് ഫാട്ടുവിന്റെ കൂടെ മാച്ച് ചെയ്യുമ്പോൾ ബ്ലഡ് ലൈൻ ആയിട്ടുള്ള സ്റ്റോറി ലൈൻ ഒന്നും അതിൽ ഉൾപ്പെടുത്തില്ല എന്നാണ് പറയുന്നത്. അതായത് മാച്ചിന്റെ അവസാനത്തിൽ ജേക്കബ് ഫാട്ടുവിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും വരില്ല എന്നൊക്കെ. മുഴുവനായിട്ടും ഇവർക്ക് നടക്കുന്ന സിംഗിൾസ് മാച്ച് ആയിരിക്കും അത് എന്ന്. അപ്പോൾ ഇത് വിശ്വസിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എന്തായാലും ജേക്കബ് ഫാട്ടു ആയിട്ടുള്ള മാച്ച് എല്ലാം വരും. റോമൻ ഭയങ്കരമായിട്ടുള്ള ഒരു ഫേസ് റെസ്റ്റർ ആയിട്ടായിരിക്കും മുന്നോട്ട് പോവുക. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ മാച്ചിന്റെ അവസാനത്തിൽ സോളോ സിക്കാവ ബ്ലഡ് ലൈൻ വന്നുകൊണ്ട് ഇടപെടാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. പക്ഷെ WWE ചെയ്യുന്ന പ്ലാനിൽ അവർ വരില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഗസ് ചെയ്ത് നോക്കുമ്പോൾ അവർ ഒന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും നോക്കാം. ജേക്കബ് ഫാട്ടു റോമൻ റെയിൻസ് ഇവർക്കൊരു മരണമാസ മാച്ച് എന്തായാലും WWE സെറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഈ മാച്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. സോളോ സിക്കാവയുടെ കൂടെ നടക്കുന്ന മാച്ചിനേക്കാൾ കിടിലൻ മാച്ച് ആകും എന്നുള്ള പ്രതീക്ഷയുണ്ട്. എന്തായാലും നോക്കാം.